ഹായ്, ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നത്? ഒരുപാട് വേസ് ഉണ്ട് കേട്ടോ നമുക്ക് നമ്മളെ സ്നേഹിക്കാനായിട്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ നമ്മളെ തന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് അവസാനിപ്പിക്കുക. എന്നത്തേക്കുമായി നമ്മൾ അവസാനിപ്പിക്കുക. നമ്മൾ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരിക്കലും മറ്റുള്ളവരെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും നമ്മളോട് വാവ് യു ആർ ദ ബെസ്റ്റ് എന്ന് പറയുക. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നമുക്കൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നമ്മൾ പറയുക വാവ് ഈ മിസ്റ്റേക്ക് എന്നിൽ സംഭവിച്ചു, ദാറ്റ് മീൻസ് ഐ ക്യാൻ ലേൺ മോർ ഫ്രം ദാറ്റ്. നമുക്ക് അതിൽ നിന്ന് ഒരുപാട് നമുക്ക് പാഠം പഠിക്കാനുണ്ട്. എനിക്കിതൊരു എക്സാമ്പിൾ ആണ്. എന്റെ യൂണിവേഴ്സ് എനിക്ക് തന്ന ഒരു എന്താ പറയാ ഒരു പരീക്ഷണമാണിത്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് എന്റെ യൂണിവേഴ്സ് തന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യരുത്. എന്താണ് നീ ഇങ്ങനെ? നമ്മളോട് തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ടല്ലേ, നീ എന്താ ഇങ്ങനെ, നിനക്ക് എന്താ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നോ, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ പറയാറുണ്ടല്ലേ. അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. ഇന്നേക്കും എന്നേക്കുമായിട്ട് ആ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അത് എവിടേക്ക് നയിക്കും നമ്മളെ? നമ്മൾ മറ്റുള്ളവരെയും ക്രിറ്റിസൈസ് ചെയ്യുന്ന ആ ഒരു പ്രവണത ഉണ്ടല്ലോ, അതോടെ അങ്ങ് സ്റ്റോപ്പ് ആക്കുക. അതായിക്കോളും. നമ്മളെ തന്നെ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെയും ക്രിറ്റിസൈസ് ചെയ്യാൻ തോന്നത്തില്ല. അത് നമ്പർ 1 ആണ് കേട്ടോ. നമുക്ക് നമ്മളെ സ്നേഹിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് ഈ ക്രിറ്റിസൈസ് ഒഴിവാക്കുക എന്നുള്ളത്.